Hello children, let us continue with a snake charmer's story. So in the previous session, we saw how poison is removed from snakes. Snake and snakes bite the fangs in the you can see this. These are the fangs. Snake and fangs in the fangs, it is connected to the venom gland through a venom conducting tube. ഇവിടെയാണ് venom generate ചെയ്യുന്നത്. ഇതിനെ ഇവിടെ ഒരു ഗ്ലാൻഡ് ഒരു ട്യൂബ് യൂസ് ചെയ്തിട്ട് ഫാങ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. So when a snake bites a person or animals, ഈ ട്യൂബിൽ കൂടെ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന venom ആരെയാണോ കടിച്ചത് അവരുടെ ബോഡിയിലേക്ക് it gets injected. Okay. So, usually, these snake charmers, snake they know how to cut this gland. If poisonous snakes they know how to take this venom out, or they also know how to cut this gland. But this gland and this tube, this connection pinna poison injected. That is how you might have seen how poison is extracted from a venomous snake. Adinte videos YouTube il available ana. In case if you don't get scared, idu kandittu pedi avilla annundengil you can actually watch the video and understand how venom is taken. Adayithu endha cheyan cheyniyal paambine kadipikkunathu pole objects like kadipikkum. They are made to bite. Innittu ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാൻഡിന്റെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെനം ഫുള്ള് പുറത്തേക്ക് എക്സ്ട്രാക്റ്റഡ് ആവും. ഈ ഗ്ലാൻഡ് എംപ്റ്റി ആവും. പിന്നെ അത് വെനമസ് അല്ല, അതിന്റെ പോയിസൺ ഫുള്ളും എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോ മോർ വെനമസ്, ഇറ്റ് ഇസ് നോ മോർ പോയിസണസ്. അപ്പോൾ then the snakes become then they are not dangerous. അല്ലെ, പിന്നെ അതിനെ പിടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അതിനെ then you need not harm those snakes again. So that is how venom is taken out of poisonous snakes. ഇതിന്റെ വായിലുള്ള ഡിഫറെന്റ് പാർട്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് നോസ്ട്രിൽ ആണ്, ഇത് ഐസ് പ്യൂപ്പിൾ ആണ്, ഐ ആണ്, ദെൻ വെനം ഗ്ലാൻഡ്, സ്കെയിൽസ്. നമുക്കറിയാം സ്നേക്കിന്റെ മുകളിൽ സ്കെയിൽസ് ഉണ്ടെന്ന് അല്ലെ. മൂവബിൾ മാക്സിലറി, വെനം കണ്ടക്ടിങ് ട്യൂബ്, വെനം കനാൽ ഉണ്ട്, ഫാങ്സ്, ബ്ലോട്ടസ്, ടൂത്ത്, ടങ് ഷീൽ ആൻഡ് ഫോർക്ക് ടങ്. സ്നേക്സിന്റെ ടങ് ഫോർക്ക് പോലെയാണ് അറ്റത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഫാങ്സിന്റെ മാർക്ക് നോക്കിയിട്ടാണ് ആര്യനാഥിന്റെ ഗ്രാൻഡ് ഫാദർ ഏത് ടൈപ്പ് ഓഫ് സ്നേക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഫാങ്സ് കൊണ്ട് അതായത് സ്നേക്സ് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാങ് മാർക്സ് ആണ് നമ്മുടെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ കടിച്ച ഭാഗത്ത് കാണുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് people who are familiar with snakes can identify which snake has bitten. ഏത് സ്നേക്ക് ആണ് കടിച്ചിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യാറ്. Then we saw like it's just not snake bites in the medicine മാത്രമല്ല അവരുടെ ഉള്ളൂ. Since they go to forest to catch snakes, they knew a lot about the different herbs that they find in the forest. അപ്പൊ അതിനനുസരിച്ചിട്ട് അവര് വേറെ ഹെർബ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേറെ പല മരുന്നുകളും അല്ലെ, അതർ മെഡിസിൻസ് ഓൾസോ ദേ യൂസ് ടു ഗിവ് ടു പീപ്പിൾ. സോ വെറെവർ ദേ വെന്റ്, പീപ്പിൾ ക്രൗഡഡ് ദേർ ടു ബി എന്റർടൈൻഡ്. ഓഫ് കോഴ്സ് സ്നേക്സിനെ വെച്ചിട്ട് അവര് എന്റർടൈൻ ചെയ്യിക്കും. അത് കൂടാണ്ട് അവരുടെ കയ്യിലുള്ള മെഡിസിൻസ് വാങ്ങാനും ആൾക്കാര് പണ്ട് കൂടും. ദേ യൂസ് ടു ഗ്യാദർ ടുഗെദർ എന്നൊക്കെയാണ് ആര്യനാഥിന്റെ ഗ്രാൻഡ് ഫാദർ മെമ്മറീസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലെ. ബട്ട് വി നോ ദീസ് ഡേയ്സ് വി ഡോണ്ട് ഡു എനി ഓഫ് ദോസ് തിങ്സ് ബിക്കോസ് ഇപ്പൊ നിറയെ ഹോസ്പിറ്റൽസ് ഉണ്ട്. വി നോ ലൈക് ഹോസ്പിറ്റൽസ് ആർ മോർ സയന്റിഫിക് ദാൻ ദോസ് ഇതുപോലത്തെ നാട്ടുവൈദ്യങ്ങളെക്കാളും ഒക്കെ സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടുപിടിച്ച മെത്തേഡ്സ് ആണ് ഹോസ്പിറ്റൽസിലൊക്കെ ഫോളോ ചെയ്യുന്നത്. സോ വെനെവർ വി come across any of these difficulties, we go to hospitals wherein we get treated. ഇനി അതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നേക്ക് പോയ്സൺസ്.
സ്നേക്കിന്റെ പോയ്സൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെഡിസിൻസ്. ഇറ്റ് ഈസ് അഗെയിൻ മെയ്ഡ് ഫ്രം സ്നേക്ക് വെനംസ്. സ്നേക്കിന്റെ വെനത്തുനിന്ന് തന്നെയാണ് അതിനുള്ള മരുന്നുകളും കണ്ടുപിടിച്ചിരിക്കുന്നത്. ആൻഡ് എ ലോട്ട് ഓഫ് റിസർച്ച് ഇസ് ബീയിങ് ഡൺ ഓൺ സ്നേക്ക് വെനത്തിനുള്ള ആന്റി വെനം എന്നാണ് അതിന് പറയുന്നത്. ആന്റി വെനം കുറെ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് കുറെ അഡ്വാൻസ്മെന്റ്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലൈക്ക് ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് യു കെൻ ജസ്റ്റ് സെർച്ച് ദ നെറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ഇറ്റ്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് പേപ്പറിലെ ആർട്ടിക്കിൾസ് ഒക്കെ വരും. ജസ്റ്റ് കീപ് അപ്ഡേറ്റ് യുവർ സെൽഫ് വിത്ത് ഇൻഫർമേഷൻ. ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ കുറെ പേപ്പറിൽ വരും. അപ്പൊ ഇടയ്ക്ക് പേപ്പറൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്ത് വെക്കും. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ studies as well as general knowledge. Okay, now let us continue with Aryanathinte grandfather തമ്മിലുള്ള conversation. Aryanath, your father used to travel with me ever since he was a young child. ഇങ്ങനത്തെ ഇന്ററാക്ഷന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ here the interaction between the grandfather and the grandchild is given. So a grandfather experience ചെയ്ത അല്ലെങ്കിൽ ആ ഗ്രാൻഡ് ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അപ്പൊ അയാളുടെ എക്സ്പീരിയൻസ് അയാള് ഗെയിൻ ചെയ്ത ഇൻഫർമേഷൻസ് ഹീസ് അൺനോയിങ്ലി പാസിംഗ് ഇറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ ആസ് വെൽ ആസ് ദ ജനറേഷൻ ആഫ്റ്റർ ദാറ്റ്. സോ ഇറ്റ് ഈസ് വാല്യുബിൾ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ബീങ് പാസ്ഡ്. കാഷ്വൽ കോൺവെർസേഷൻസിൽ കൂടെ പല ഇൻഫർമേഷൻസും നമുക്കും ഇതുപോലെയാണ് അല്ലെ. വി ഗെറ്റ് മെനി ഇൻഫർമേഷൻസ് ഫ്രം അവർ ഗ്രാൻഡ് പാരന്റ്സ് ആസ് വെൽ ആസ് പാരന്റ്സ്. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് their experience, their encounter with different അവര് അനുഭവിച്ച പല ഹാർഡ്ഷിപ്സും ഇല്ലെങ്കിൽ അവര് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ കൂടെ അവർ കടന്നു പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഓവർകം ചെയ്തത്. ഓൾ ദീസ് ആർ എക്സ്പീരിയൻസസ് ദാറ്റ് they gain which they are passing it on to the next generation. So he learned to play the bean without being taught. These days it is difficult. Now the government has made a law that no one can catch wild animals and keep them. We saw this in lesson 1 alle endangered species varnadu karanam endangered species ne protect cheyendathu atyavashyana. We spoke about the balance in the ecosystem and things like that. Appo adinu vendite government has made different laws so that people do not harm wild animals. Okay, even otherwise the population of wild animals is decreasing because of the decreased forest areas. ഇതൊക്കെ കാരണം ഇല്ലെങ്കിൽ തന്നെ ആനിമൽസിന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ട് വരികയാണ്. സോ ടു പ്രൊട്ടക്ട് ദ നേച്ചർ ആസ് വെൽ ആസ് ദി ഇക്കോസിസ്റ്റം ഗവൺമെന്റ് ഇസ് മേക്കിംഗ് ഓൾ എഫേർട്സ്. അതിന്റെ പാർട്ടായിട്ടാണ് ഡിഫറെന്റ് ലോസ് കൊണ്ടുവരുന്നതും ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും. Some people kill the animals and sell their skins at high prices. So they made a law against this. Now, with this law, how will we earn our livelihood? We people have never killed snakes and sold their skin. People say that we keep the snakes in bad conditions. If we wanted, we too could have earned a lot of money by killing snakes. But we would never do that. Snakes are our treasure. Kanda, a grandfather a kuttike അവരുടെ എക്സ്പീരിയൻസസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഫോർ ദം സ്നേക്സ് ട്രഷർ ആണ്. ദേ ഡോണ്ട് ക്യാച്ച് ദ സ്നേക്ക് ടു കിൽ ദം ഓർ ഹാം ദം അല്ലെ. ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടാണ് ഈ ആനിമൽസിനെ പിടിക്കുന്നതും അതിന് എന്താ പറയാ അതിനെ വെച്ചിട്ട് അവര് ലൈവ്ലിഹുഡ് ഉണ്ടാക്കുകയാണ്. ക്യാൻ യു തിങ്ക് ഓഫ് സം അതർ കമ്മ്യൂണിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആനിമൽസ് ഫോർ ദെയർ ലൈവ്ലിഹുഡ്? ഇപ്പൊ നമ്മളിവിടെ കൽബേലിയാസിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വേറെ കമ്മ്യൂണിറ്റീസിനെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഹൂസ് ലൈവ്ലിഹുഡ് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ ആനിമൽസ്. നമ്മള് മിൽക്ക് മെൻ പറഞ്ഞാല് അല്ലെ, പാൽക്കാര്, അവരുടെ ജീവിതം ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ കൗസ് അല്ലെങ്കിൽ ബഫലോസ്. ദെൻ ഫിഷർമെൻ കമ്മ്യൂണിറ്റി എൻകൗണ്ടർ ചെയ്യണ ഡിഫിക്കൽട്ടീസ് നമ്മൾ എവറി ഡേ വി സീ ഇറ്റ് ഐദർ ഇൻ ടി വി ഓർ ന്യൂസിലൊക്കെ എപ്പോഴും വരാറുണ്ട്. ഫിഷർമെൻ കമ്മ്യൂണിറ്റി, അതായത് അവര് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ടാണ്, ദാറ്റ് ഈസ് ഹൗ ദേ ഏൺ ദെയർ ലൈവ്ലിഹുഡ്. സോ ദേ വെഞ്ചർ ഇൻ ടു ദ സീ, ബട്ട്
it is not easy to venture into the sea. Low pressure വരുമ്പോ ഡിപ്രഷൻ വരുമ്പോ ഇല്ലെങ്കിൽ സീയിൽ വരുന്ന ഡിഫറെന്റ് ചേഞ്ചസ് ഇങ്ങനെയുള്ള സമയത്തൊന്നും they cannot venture into the sea. ഇതുപോലത്തെ പല പ്രശ്നങ്ങളും അവര് എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ റെയിനി സീസൺ വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഫിഷ് ബ്രീഡ് ചെയ്യണ ടൈമാണത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പേപ്പറിലൊക്കെ ട്രോളിംഗ് നിരോധനം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. വെറിൻ ഫിഷർമെൻ ആർ നോട്ട് അലൗഡ് ടു എൻറ്റർ ദ സീ ആൻഡ് ക്യാച്ച് ഫിഷ്. അപ്പൊ അതൊക്കെ എന്താന്നുള്ളതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കൂ, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ us ടു അണ്ടർസ്റ്റാൻഡ്. അതായത് അവര് ഫിഷർമെൻ എൻറ്റർ ചെയ്തിട്ട് ഫിഷിനെ പിടിക്കും എന്നുണ്ടെങ്കിലും എല്ലാ ഫിഷുകളെയും അവര് പിടിക്കുകയാവട്ടെ ഇല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയാവട്ടെ അങ്ങനെയൊന്നും ചെയ്യില്ല. ജസ്റ്റ് അവരുടെ ലൈവ്ലിഹുഡിനുള്ളത് മാത്രം ക്യാച്ച് ചെയ്തിട്ട് it is their livelihood. They are just dependent on those animals for their livelihood. Their intention is not to harm them. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് മിൽക്ക്മെൻ. അപ്പോ ലൈവ്ലിഹുഡിന് വേണ്ടി they take care of them as well. കടലിൽ പോണ ആൾക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതായത് അവർക്കറിയാം ഏത് സമയത്ത് മീൻ പിടിക്കാൻ പോകണം, ഏത് സമയത്ത് പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് they understand those things and that is how they venture. I hope you understood. എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. So we even gift snake. So he is talking about how they treasure snakes. അതായത് ചില ആൾക്കാരെ മാതിരി മോണിറ്ററി ബെനിഫിറ്റ്സ് ഇല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല സ്നേക്സിനെ പിടിക്കുന്നത് അവര്. they consider it as treasure. We even give snakes to our daughters when they get married. In our Kalbelia dance, we also have movements similar to the dance of the snake. Aryana, you will have to make a different life for yourself. You have got your father's gift of playing bead. So snakesine പിടിക്കാൻ പറ്റില്ല, ലോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് സ്നേക്സിനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു കമ്മ്യൂണിറ്റി പറയുമ്പോൾ അവർക്ക് അത് മാത്രമേ അറിയുള്ളൂ. they have never been to school ഇല്ലെങ്കിൽ അതുപോലത്തെ വേറെ സ്കിൽസ് ഒന്നും അവർക്കില്ല. സോ സ്റ്റിൽ they have to find a livelihood. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് ഫാദർ എന്താ പറയണത്, ബീൻ പ്ലേ ചെയ്യുക എന്നുള്ളത് ഈസി അല്ല. യു ഓൾറെഡി ഹാവ് the ability to play the bean. So with your cousins you form a bean party. അതാണ് ഇവിടെ പറയുന്നത്. You and your cousins can form a bean party and entertain people. But do not waste this knowledge about snakes you have got from your elders. അവര് സ്നേക്സുമായിട്ട് അത്ര ഇന്ററാക്ട് ചെയ്ത് വന്ന ആൾക്കാരാണ്. സോ ദേ ബിക്കോസ് ഓഫ് ദെയർ ഇന്ററാക്ഷൻ അതിനെ സ്നേക്ക് കീപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ദേ നോ എ ലോട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലൂസ് ചെയ്യരുത്. ആൻഡ് ഹി ഈസ് ആസ്കിംഗ് ഹിം ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. ഷെയർ യുവർ നോളജ് അബൌട്ട് സ്നേക്സ് വിത്ത് ചിൽഡ്രൻ ഹു ലിവ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. നമ്മളെ മാതിരിയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണയാണ് അല്ലെ. വി ആർ സ്കെയർഡ് ഓഫ് സ്നേക്സ്, വി ഫീൽ ലൈക്ക് ഓൾ സ്നേക്സ് ആർ പോയ്സണസ്. അങ്ങനെയൊന്നും അല്ല. നോട്ട് ഓൾ സ്നേക്സ് ആർ പോയ്സണസ്. അപ്പൊ പോയ്സണസ് സ്നേക്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ they know to identify the poisonous snake. So he is asking Aryana to communicate with children who live in towns and cities to identify all those, to know more about snakes. Okay, tell them how snakes are friends of farmers. They eat the rats in the field, otherwise rats would eat the crops. കണ്ടോ, നേരത്തെ തന്നെ പറഞ്ഞു ഫാമേഴ്സിന്റെ ഫ്രണ്ട്സ് ആണ് സ്നേക്സ് എന്നുള്ളത്. എങ്ങനെയാണ്? ഫീൽഡിലുള്ള റാറ്റ്സിനെയൊക്കെ പിടിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ റാറ്റ്സ് എന്ത് ചെയ്യും, ക്രോപ്പ് മുഴുക്ക നശിപ്പിക്കും. Now you tell our story and make a new story of your life to tell your grandchildren. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡാൻസിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആര്യനാഥിന്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട് ഡാൻസിന്റെ നമ്മള് സ്നേക്കിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടെന്ന്. സോ ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ, ഇവിടെ ആ ഡാൻസിന്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. So that's all for today. We'll continue our discussion in our next session, children. Please watch the video, and in case if you have any doubts, please do share. That's all for today. Thank you and take care.